നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സ്വപ്നിൽ തന്റെ പാട്ടുകളിലൂടെ എന്റെ ഹൃദയത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്റെ ഉപബോധ മനസ്സിലെ വിചിത്രമായ ഒരു സ്വപ്നത്തെക്കുറിച്ചും സ്വപ്നിലിന്റെ ജീവൻശാപ്രവർത്തനങ്ങളുടെ തുടർച്ചയെക്കുറിച്ചുമാണ്. ദുഃസ്വപ്നത്തിന്റെ രഹസ്യം. എനിക്ക് ഭയാനകമായ ഒരു സ്വപ്നമുണ്ടായി. അതിൽ അൽക്കാമാം, രാശിൽ, സ്വപ്നിൽ, കാതറിൻ, ഞാൻ എന്നിവർ കുതിരകളായിരുന്നു. ഞാനും ചേതക്, സ്വപ്നിലും ബെസ്റ്റി ഒരു അണലിയുടെ റാത്തൽ സ്നേക്ക് കടിയേറ്റ് മരിക്കുന്നു. ഈ ദുഃസ്വപ്നം എന്റെ ഉറക്കം കെടുത്തി. മരണത്തിലും കൂട്ട് എന്റെ വിഷാദം മനസ്സിലാക്കിയ സ്വപ്നിലിനോട് ഞാൻ പെട്ടെന്ന് ചേതക് ദേഷ്യക്കാരനായ കുതിര എന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വപ്നിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ സ്വപ്നത്തിന്റെ സ്വാധീനം എന്റെ വാക്കുകളിൽ നിന്ന് പുറത്തുവന്നു. നമ്മൾ വീണാലും ഒന്നിച്ചുതന്നെ വീഴും. ലൈവ് ഓക്ക് വിദ്യ. കാട്ടിൽ വെച്ച് സ്വപ്നിൽ തന്റെ മറ്റൊരു അദ്ഭുത വിദ്യ കൂടി കാണിച്ചു തന്നു. കുരങ്ങനെപ്പോലെ മരത്തിൽ കയറുന്നത്. അമേരിക്കയിലെ ഈ സമ്പന്നനായ യുവാവ് എങ്ങനെയാണ് ഇന്ത്യയിലെ ഗ്രാമീണ ബാലന്മാരെപ്പോലെ ഇത്രയും കൗശലം കാണിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അണലിയുടെ ആക്രമണം. പെട്ടെന്ന് സ്വപ്നിൽ മരത്തിൽ നിന്ന് താഴേക്ക് ചാടി എന്റെ കൈയിൽ പിടിച്ച് എന്നെ അവന്റെ മാറോട് ചേർത്ത് പിടിച്ചു. എനിക്ക് തൊട്ടുപിന്നിൽ വിഷമുള്ള ഒരു അണലി ഉണ്ടായിരുന്നു. ജീവൻ രക്ഷിച്ചവൻ. 8ാം തവണയാണ് സ്വപ്നിൽ എന്നെ രക്ഷിക്കുന്നത്. എന്റെ മനസ്സിൽ ദേഷ്യത്തിന് പകരം കൃതജ്ഞതയും പ്രണയവും നിറഞ്ഞു. ഞാൻ അവന്റെ ആലിംഗനത്തിൽ ഒതുങ്ങിനിന്ന് അവനോട് നന്ദി പറഞ്ഞു. താങ്ക് യു സ്വപ്നിൽ. അണലിയെയാണല്ലോ നിങ്ങൾ വിഷപാമ്പ് എന്ന് പറഞ്ഞത് അല്ലേ? തോളിലേറി മരക്കൊമ്പിലേക്ക് കയറാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ സ്വപ്നിലിനോട് വാശി പിടിച്ചു. സ്വപ്നിൽ ചേതകിനെ ആ കൊമ്പിന് താഴെ നിർത്തി അവന്റെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാൻ മരത്തിൽ കയറുന്നതിൽ വിജയിച്ചു. സർവജ്ഞനായ സ്വപ്നിൽ. അവന്റെ ബഹുമുഖ പ്രതിഭ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് അറിവോ പ്രാവീണ്യമോ ഇല്ലാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ എന്ന്. ഇനി ഏറ്റവും വലിയ ചോദ്യം. സ്വപ്നിൽ തന്റെ നീണ്ട കഥ പറയാമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, പക്ഷേ ഒരു നിബന്ധനയിൽ. സ്വപ്നിലിന്റെ നിബന്ധന. അവൻ ചോദിക്കുകയാണ്, എന്റെ കഥ കേട്ടുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടി തന്റെ വിശ്വസ്ത സുഹൃത്തിനോട് യാതൊരു മടിയും കൂടാതെ പറയുന്ന കാര്യങ്ങൾ നിനക്കും എന്നോട് പറയാൻ സാധിക്കുമോ? രാശീലിന് പോലും അറിയാത്ത എന്റെ രഹസ്യങ്ങൾ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നു. ദുഃസ്വപ്നത്തിന്റെ ഭയം. അണലിയുടെ ഭീഷണി. ഒരു രഹസ്യ നിബന്ധന. ഞാൻ സ്വപ്നിലിന് മുന്നിൽ എന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ? സർവജ്ഞനായ കാമുകനും വിശ്വസിക്കാനാവാത്ത രഹസ്യങ്ങളുടെ കളിയും. പ്രേം അൻമോൾ ഹോദ ഹായ് വാണിയിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 45. ചേതകിന്റെ പുറത്തുള്ള സവാരി. അണലിയുടെ ആലിംഗനം. മേരി ഭാവനയുടെ രഹസ്യം. ഇത് ഒരുപക്ഷെ ഇതുവരെയുള്ള എന്റെ ജീവിതവും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്വപ്നിലിനൊപ്പം സംഭവിക്കുന്ന കാര്യങ്ങളും എന്റെ ഉപബോധ മനസ്സിലുണ്ടാക്കിയ സ്വാധീനം കൊണ്ടാകാം. അന്ന് രാത്രിയുടെ 3ാം യാമത്തിൽ എനിക്ക് വിചിത്രമായ ഒരു സ്വപ്നമുണ്ടായി. ഞാൻ അൽക്കാമാം, രാശിൽ, സ്വപ്നിൽ, കാതറിൻ എന്നെത്തന്നെയും കുതിരകളുടെ രൂപത്തിൽ കാണുകയാണ്. മാമും ഞാനും ആൺകുതിരകളാണ്, സ്റ്റാലിയൻസ്. ഞങ്ങളുടെ പേരുകൾ യഥാക്രമം നാട്യരംഭ് എന്നും ചേതക് എന്നുമാണ്. അതേസമയം രാശിൽ, കാതറിൻ, സ്വപ്നിൽ എന്നിവർ പെൺകുതിരകളാണ്, മേസ്. ഇവരുടെ പേരുകൾ യഥാക്രമം അശ്വി, കാത്തി, ബെസ്റ്റി എന്നിങ്ങനെയാണ്. രാജാവിന്റെ അശ്വശാലയിൽ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ വളർത്തുന്നത്. കുതിരകളായ ഞങ്ങളെല്ലാം വളരെ ഐക്യത്തോടെയാണ് കഴിയുന്നത്. മാമും ഞാനും ചേതക രൂപത്തിൽ രാജാവിന്റെയും രാജ്ഞിയുടെയും രഥത്തിൽ കെട്ടപ്പെടുന്നു. അശ്വിയും കാത്തിയും ബെസ്റ്റിയും ഞങ്ങളുടെ സ്നേഹബന്ധത്തിൽ കുതിരക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഒരു രാത്രി അശ്വശാലയിൽ ഒരു അണലി വന്നു. അത് എന്നെയും ചേതക്, സ്വപ്നിലിനെയും ബെസ്റ്റി കടിച്ചു. അതിനാൽ ഞങ്ങൾ ഒരേ രാത്രിയിൽ അകാലമരണം വരിച്ചു. തുടക്കത്തിൽ മധുരതരമായി തോന്നിയ ഈ സ്വപ്നം ഒരു ദുഃസ്വപ്നമായി മാറി. കഠിനമായ പേടിയോടെ എന്റെ ഉറക്കം ഉണർന്നു. ഇതൊരു സ്വപ്നം മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ വേഗത്തിൽ മിടിച്ചിരുന്ന എന്റെ ഹൃദയമിടിപ്പും ശ്വാസഗതിയും സാധാരണ നിലയിലായി. എനിക്ക് കുറച്ച് സമാധാനം ലഭിച്ചു. ഞാൻ സൈഡ് ടേബിളിൽ വെച്ചിരുന്ന ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു. വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നു. ഇത്തരമൊരു വിചിത്രമായ സ്വപ്നത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ എല്ലാവരും എന്നെ പരിഹസിക്കും. അതിനാൽ ഈ സ്വപ്നത്തെക്കുറിച്ച് ആരോടും പറയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ കൂടെയുള്ള സ്വപ്നിലിനോട് പോലും പറയില്ല. ദുഃസ്വപ്നം കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ മൗനമായിരുന്നു. സ്വപ്നിൽ എന്റെ വിഷാദം തിരിച്ചറിഞ്ഞു. വാണി, എന്തുപറ്റി? എന്തോ ഒരു അസ്വസ്ഥത മുഖത്തുണ്ടല്ലോ. ഒരുപക്ഷെ എന്റെ വിഷാദത്തിന് കാരണം അവന്റെ ഏതെങ്കിലും പെരുമാറ്റമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചിരിക്കാം. ഇതിന് മറുപടി നൽകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. സ്വപ്നിൽ, എനിക്ക് ഇന്ന് ചേതകിന്റെ പുറത്ത് സവാരി ചെയ്യണം. ഞാൻ വിഷയം മാറ്റി. എന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ അവന്റെ തെറ്റിദ്ധാരണ നീങ്ങി. അവൻ വളരെ വേഗത്തിൽ ഓടുന്നവനാണ്, അല്പം ദേഷ്യക്കാരനുമാണ്. 1 വർഷം മുമ്പ് അവൻ അമ്മയെ താഴെയിട്ടിരുന്നു, ഉത്കണ്ഠയോടെ സ്വപ്നിൽ വിവരിച്ചു.
ഇല്ല, എനിക്ക് അവന്റെ പുറത്ത് തന്നെ സവാരി ചെയ്യണം. നിങ്ങൾക്ക് അവനെ നിയന്ത്രിക്കാൻ സാധിക്കുമല്ലോ. ഞാൻ അവനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഒറ്റക്കാണെങ്കിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷേ നിന്റെ കൂടെ സവാരി ചെയ്യുമ്പോൾ ചേതകിനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ കൂടെ സവാരി ചെയ്യുന്നതിന്റെ സുഖത്തിനായി സ്വപ്നിൽ യാതൊരു ധൃതിയും കാണിച്ചില്ല. സ്വപ്നത്തിലെ പോലെ ഏതോ പൂർവ്വജന്മത്തിൽ നമ്മൾ ഒന്നിച്ചു മരിച്ചിരിക്കുന്നു. എനിക്ക് ഉത്കണ്ഠയില്ല. വീണാലും നമ്മൾ ഒന്നിച്ചുതന്നെ വീഴും. എന്റെ വാക്കുകളിൽ സ്വപ്നത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഞങ്ങൾ ഒന്നിച്ചു ചേതകിന്റെ പുറത്ത് സവാരി ചെയ്യുകയാണ്. ചേതക് വളരെ വേഗത്തിൽ കുതിച്ചു പായുന്നു. ആ 30 മിനിറ്റ് സവാരിയിൽ ലഭിച്ച സന്തോഷം എന്റെ മനസ്സിൽ നിന്നും ദുഃസ്വപ്നത്തിന്റെ സ്വാധീനം നീക്കം ചെയ്തു. ഞങ്ങൾ കാട്ടിലെ ഒരു വലിയ മരത്തിന്റെ തണലിലിരിക്കുകയാണ്. ഇന്നലെ അപൂർണമായി പോയ കാര്യങ്ങൾ സ്വപ്നിൽ ഇന്ന് തുടരുമെന്ന് എനിക്ക് തോന്നുന്നു. വാണി, ഇതൊരു ലൈവ് ഓക്ക് മരമാണ്. എനിക്കിപ്പോൾ ഇതിൽ കയറാൻ ആഗ്രഹം തോന്നുന്നു. എവിടെയായാലും സവിശേഷമായി എന്തെങ്കിലും ചെയ്യാൻ സ്വപ്നിലിന് ഒരു താൽപ്പര്യമുണ്ട്. നിങ്ങൾക്ക് ഇതും അറിയാമോ? ഞാൻ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ തന്നെ നോക്കിക്കോ. ചിരിച്ചുകൊണ്ട് അവൻ ചെരുപ്പുകൾ അഴിച്ചുമാറ്റി. കുരങ്ങനെപ്പോലെ അവൻ മരത്തിൽ കയറാൻ തുടങ്ങി. അവൻ ഓരോ കൊമ്പുകളിലൂടെയും ചാടി നടക്കുന്നു. അമേരിക്കയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ ഈ യുവാവിന് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ആൺകുട്ടികളെപ്പോലെ ഇങ്ങനെയുള്ള കഴിവുകളുണ്ടല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അവൻ താഴേക്ക് ചാടി. ഞാൻ ഒന്നും മനസ്സിലാക്കുന്നതിനു മുമ്പ് അവൻ എന്റെ കൈയിൽ പിടിച്ച് അവനിലേക്ക് വലിച്ചെടുത്തു. ഞാൻ അവന്റെ മാറോട് ചേർന്നു നിന്നു. അവൻ മറ്റൊരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഒരു പാമ്പ് മാളത്തിലേക്ക് ഇഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതൊരു അണലിയാണ്. ഇത് നിന്റെ തൊട്ടുപിന്നിൽ വന്നിരുന്നു. വെപ്രാളത്തിനിടയിൽ നിന്റെ കാൽ ഇതിന്റെ മേൽ പതിച്ചിരുന്നെങ്കിൽ അത് നിന്നെ കടിച്ചേനെ. അത് ഒഴിവാക്കാനാണ് ഒന്നും പറയാതെ ഞാൻ നിന്നെ സംരക്ഷിച്ചത്, സ്വപ്നിൽ വിശദീകരിച്ചു. ആദ്യം ഒരു ദേഷ്യത്തോടെ സ്വപ്നിലിന്റെ ചാട്ടം അവന്റെ കളിയുടെ ഭാഗമാണെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ എന്നെ ആപത്തിൽ നിന്നും രക്ഷിച്ചതാണെന്ന്. ഇപ്പോൾ എന്റെ മനസ്സിൽ ദേഷ്യത്തിനു പകരം കൃതജ്ഞതയും സ്നേഹവും നിറഞ്ഞു. പലതവണ സ്വപ്നിൽ എന്റെ ജീവൻ രക്ഷിച്ചവനായി മാറിയിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അവന്റെ ആലിംഗന വലയത്തിലാണ്. അവൻ അത് ശ്രദ്ധിക്കുന്നില്ല. ഞാനും അവന്റെ അരികിൽ നിന്ന് മാറാൻ ശ്രമിച്ചില്ല. താങ്ക് യു സ്വപ്നിൽ. അണലിയെയാണല്ലോ നിങ്ങൾ വിഷപാമ്പ് എന്ന് പറഞ്ഞത്, അല്ലേ? ഞാൻ മധുരമായി പറഞ്ഞു. വിഷമുള്ളതാണെങ്കിലും നമുക്ക് ഭീഷണി തോന്നുമ്പോൾ മാത്രമേ അത് ഉപദ്രവിക്കൂ. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകാൻ കാത്തുനിൽക്കാതെ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇത് പറയുമ്പോൾ ഞാൻ അവന്റെ ആലിംഗനത്തിലാണെന്ന കാര്യം അവൻ ശ്രദ്ധിച്ചു. അവൻ പെട്ടെന്ന് എന്നെ മോചിപ്പിച്ചു. വിശദീകരണത്തിന്റെ ആവശ്യമില്ല, എനിക്ക് മനസ്സിലായി. നന്ദി. അവന്റെ കുറ്റബോധം നീക്കാൻ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വപ്നിൽ, ഇനി ഇന്നലെ രാത്രി അപൂർണമായി പോയ കാര്യങ്ങൾ മുഴുവനായി പറയൂ. ഈ കാട്ടിൽ നമുക്ക് മറ്റു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നെയും ഈ മരക്കൊമ്പിൽ കയറാൻ സഹായിക്കൂ. ഞാനൊരു കൊച്ചുകുട്ടിയെപ്പോലെ പറഞ്ഞു. സ്വപ്നിൽ കൊമ്പുകളിൽ കയറുന്നത് കണ്ടപ്പോൾ എനിക്കും മരത്തിൽ കയറാൻ മോഹം തോന്നി. സ്വപ്നിൽ കുറച്ചുനേരം ആലോചിച്ചു. അവൻ ചേതകിനെ ആ കൊമ്പിന് താഴെ നിർത്തി. എന്നെ ചേതകിന്റെ പുറത്തിരുത്തി. അവൻ എന്റെ പിന്നിൽ കയറിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വാണി, എന്റെ തോളിൽ ഇരിക്കൂ. നിന്റെ കാലുകൾ എന്റെ തലയുടെ ഇരുവശത്തുമായി വെക്കൂ, അവൻ നിർദ്ദേശം നൽകി. അപ്പോൾ എനിക്ക് അവന്റെ ഐഡിയ മനസ്സിലായി. ഞാൻ അവന്റെ തോളിലിരുന്നു. ഇപ്പോൾ എനിക്ക് കൊമ്പ് എളുപ്പത്തിൽ തൊടാൻ സാധിക്കും. ഇനി കൊമ്പിൽ പിടിച്ചുകൊണ്ട് എന്റെ തോളിൽ എഴുന്നേറ്റ് നിൽക്കൂ. എന്നിട്ട് സാവധാനം കൊമ്പിൽ ഇരിക്കാൻ ശ്രമിക്കൂ, സ്വപ്നിൽ നിർദ്ദേശിച്ചു. ഞാൻ കൊമ്പിൽ പിടിച്ചുകൊണ്ട് പേടിയോടെ സ്വപ്നിലിന്റെ തോളിൽ എഴുന്നേറ്റ് നിന്നു. കുറച്ചു പ്രയാസപ്പെട്ടെങ്കിലും ഞാൻ കൊമ്പിൽ ഇരിക്കുന്നതിൽ വിജയിച്ചു. നന്നായി ചെയ്തു വാണി. നീ ഇപ്പോൾ സുരക്ഷിതമായി ഇരുന്നില്ലേ? അവൻ താഴെ നിന്ന് എന്നെ നോക്കി ചോദിച്ചു. പേടിക്കേണ്ട സ്വപ്നിൽ, ഇത് പെർഫെക്റ്റ് ആണ്. ഈ പുതിയ വിദ്യയിൽ ഞാൻ ആനന്ദിതയായി. സ്വപ്നിൽ താഴെ ഇറങ്ങി. അവൻ മരത്തിൽ കയറി എന്റെ അരികിൽ വന്നിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെന്തും ഏതെങ്കിലും വിധത്തിൽ സ്വപ്നിൽ സാധിപ്പിച്ചു തരുമെന്ന് എനിക്ക് മനസ്സിലായി. സ്വപ്നിൽ, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സർഫിംഗ്, കുതിരസവാരി, മരം കയറ്റം, സസ്യങ്ങളെയും മൃഗങ്ങളെയും കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ഇത്ര ചെറിയ പ്രായത്തിൽ എങ്ങനെ സാധിച്ചു? ഞാൻ അവനെ മനസ്സ് തുറന്ന് പ്രശംസിച്ചു. നന്ദി വാണി. ഇതൊരു നീണ്ട കഥയാണ്. അത് കേൾക്കാൻ ക്ഷമ വേണം. ഇങ്ങനെ ഇരുന്നു കേൾക്കുന്നത് നിനക്ക് സൗകര്യമാകുമോ? അവൻ എന്റെ സൗകര്യം ഉറപ്പാക്കാൻ ആഗ്രഹിച്ചു. കാട്ടിൽ ഇങ്ങനെ നിന്റെ കൂടെ മരത്തിലിരിക്കാൻ ഇനി എപ്പോഴാണ് അവസരം കിട്ടുക? നീ ധൈര്യമായി പറയൂ. എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം കേൾക്കണം. അവനൊപ്പമായിരിക്കാൻ എനിക്കിഷ്ടമാണെന്ന് ഞാൻ പരോക്ഷമായി സൂചിപ്പിച്ചു. എന്റെ കഥ കേട്ടുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടി തന്റെ വിശ്വസ്ത സുഹൃത്തിനോട് യാതൊരു മടിയും കൂടാതെ പറയുന്ന കാര്യങ്ങൾ നിനക്കും എന്നോട് പറയാൻ സാധിക്കുമോ? വ്യക്തമായും രാശീലിന് പോലും അറിയാത്ത കാര്യങ്ങൾ എന്നിൽ നിന്നും അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എപ്പിസോഡ് 45 വാണിയുടെ വളരുന്ന ആത്മവിശ്വാസത്തെയും സ്വപ്നിലിനോടുള്ള അവളുടെ വിശ്വാസത്തെയും കാണിക്കുന്നു. പീഡകനല്ല, സംരക്ഷകനാണ് താനെന്ന് സ്വപ്നിൽ ഓരോ തവണയും തെളിയിക്കുകയാണ്. എപ്പിസോഡ് 45 അവസാനിച്ചു.